ട്രാവൽ വിത്ത് ട്രിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ അടിച്ചുതലക്കാരി എന്ന് പറഞ്ഞാൽ തൂപ്പുകാരിയായിട്ടുള്ള ഞങ്ങളുടെ അലമേലുവിനെയാണ്. ഇതാണ് ഞങ്ങളുടെ അലമേലു. അലമേലു എന്ന് പറഞ്ഞാൽ ഷോമയുടെ റോബോട്ട് വാക്യൂം എസ്റ്റൻ എന്ന് പറയുന്നൊരു ഡിവൈസാണ്. നമ്മുടെ മോപ്പിംഗ് ആൻഡ് ക്ലീനിങ് ഡിവൈസാണ്. ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു മാസം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു റിവ്യൂ, ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്നൊക്കെ പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ടെക്നിക്കാലിറ്റി നമുക്ക് അത്രത്തോളം അറിയില്ല. അപ്പം നമുക്കറിയാവുന്ന ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുവാനുള്ളതാണ്. അപ്പം നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ഇതാണ് MIയുടെ എസ്റ്റൺ റോബോട്ട് വാക്യൂം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെൻസർ വരുന്നത്. ഒരു 360 ഡിഗ്രി ഒരു സെൻസറാണിത്. പിന്നെ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ ചാർജിങ്. അപ്പോൾ അതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് വരുന്നൊരു സംഭവമുണ്ട്. നമ്മൾ അതിലേക്ക് അത് കണക്ട് ചെയ്ത് തറയിലെവിടെയും വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നേരെ ഈ സംഭവം നേരെ പോയിട്ട് ചാർജിൽ നമ്മൾ എല്ലാ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് തന്നെത്താൻ എന്ത് ചെയ്യും, അവിടെ പോയി സെറ്റ് ആയിക്കോളും. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3500 mAh ഒരു ബാറ്ററിയാണ്. അത്യാവശ്യം ഒരു വലിയൊരു വീടിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ ഇത് ആ ഒരു ഒറ്റ ചാർജിൽ നമുക്കിത് അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട്. പിന്നെ വരുന്നൊരു 4000 ഇതിൻ്റെ PAയുടെ ഒരു പവർഫുൾ സെക്ഷൻ ഫാൻ, ഒരു ബ്ലോവർ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു മാസത്തെ ഒരു 30 days നമ്മുടെ ഒരു റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്ലീനിങ് ഇതാണ്. നമ്മൾ എത്രത്തോളം നമ്മൾ തൂത്താലും ഈ ഒരു ക്ലീനിങ് നമുക്ക് ഒരിക്കലും എന്താ പറയുക ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതെന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഇത് 2 in 1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോപ്പിങ്ങും ചെയ്യാൻ പറ്റും, നമുക്കിത് വാക്യൂമും ചെയ്യാൻ പറ്റും. തൂക്കുന്നത് മാത്രമായിട്ടാണെങ്കിൽ തൂപ്പിക്കാം, പിന്നെ തുടയ്ക്കലും കൂടെ വേണമെങ്കിൽ തുടയ്ക്കൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചെയ്യില്ലല്ലോ എല്ലാവരും. അത് നമുക്ക് വീക്കിലി ഒരു 1 or 2 times നമ്മൾ ചെയ്യുള്ളൂ. തൂക്കുന്നത് നമ്മൾ ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം പൊടിയുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിനകത്ത് വരുന്ന കണ്ടെയ്നർ നമ്മളിത് എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ഓപ്പൺ ആക്കുന്നത്. ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ്. ഇതിൻ്റെ അകത്തെ പൊടിയൊന്നും നോക്കേണ്ടത്, ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് അത്യാവശ്യം നല്ല പൊടിയൊക്കെ കാണും, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഈ കണ്ടെയ്നർ കണ്ടിങ്ങനെ ഇതേപോലെ റിമൂവ് ചെയ്യാൻ കഴിയും. കണ്ടില്ലേ, ഇത് ഈ ഒരു രീതിയിലാണ് റിമൂവ് ചെയ്യുന്നത്. നമുക്കിതിങ്ങനെ തിരിച്ച് അറ്റാച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. പിന്നെ ഇതിലാണ് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മളിതിൻ്റെ വെള്ളം നിറച്ച് കൊടുക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു മോപ്പ് ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് വരുന്നത്. അതിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. അതിനൊരു ക്ലോത്തും ഒരു മോപ്പും വരും. ആ ക്ലോത്ത് നമ്മൾ വെള്ളത്തിൽ പിഴിഞ്ഞ് അതിന് ശേഷം മാത്രം അതിൽ അറ്റാച്ച് ചെയ്ത് നമുക്കിതിലേക്ക് കയറ്റി കൊടുക്കാം. നമുക്ക് മോപ്പിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ്. പിന്നെ നമ്മളിത് ആദ്യമായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇത് എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് MIയുടെ തന്നെ ഒരു ആപ്പ് വരുന്നുണ്ട്. MIയുടെ MI ഹോം എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ആപ്പ് ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. MIയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഇട്ട്, യൂസർ ഇൻ്റർഫേസ് ഇട്ട് നമുക്ക് നമ്മുടെ മാപ്പ് നമ്മളിതിലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇത് തന്നെ ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. വൈഫൈയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വൈഫൈയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ചാർജിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ ഒരു ലോങ് പ്രൈസ് 2 സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ റൂമുകൾ, നമുക്ക് ബെഡ്റൂം, ബാത്റൂം, കിച്ചൺ, അങ്ങനെ നമുക്ക് എല്ലാ ഏരിയകളും, നമുക്ക് ഡ്രസ്സിങ് റൂമൊക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ ആ ഒരെണ്ണം മാത്രം വരും. ഇപ്പോൾ 2 എണ്ണം ഈ റൂമും കൂടെ ക്ലീൻ ചെയ്യണമെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്താൽ അതും കൂടെ സെലക്ട് ആവും. ഇതാണ്ട് ഇതേപോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിപ്പം ഇവിടെ വന്നിട്ട് വേണ്ട, ഇപ്പം വാക്യൂം മാത്രമാണെങ്കിൽ വാക്യൂം ആൻഡ് മോപ്പ് വേണമെങ്കിൽ അങ്ങനെ, മോപ്പ് മാത്രമാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ വാക്യൂം മാത്രം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ 4 ഓപ്ഷൻസ് വരുന്നതാണ്. 4 ഇപ്പം സൈലൻറ്റിൽ ചെയ്യാം, സ്റ്റാൻഡേർഡിൽ ചെയ്യാം, സ്ട്രോങ്ങിൽ ചെയ്യാം, ടർബോയിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വാക്യൂം ആൻഡ് മോപ്പിട്ട് അതിൽ തന്നെ ഒരു 3 ഓപ്ഷൻസ് വരുന്നുണ്ട്, ലോ, മീഡിയം, ഹൈ എന്ന് പറഞ്ഞിട്ട്. അതും നമുക്ക് ഈ സെക്ഷൻ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. വാട്ടർ ലെവൽ നമുക്ക് 3 ടൈപ്പിൽ വെള്ളം അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് 3 ടൈപ്പിൽ സെലക്ട് ചെയ്യാം. എല്ലാവരും മീഡിയം ആൻഡ് സ്റ്റാൻഡേർഡ് ആയിരിക്കും നോർമലി എല്ലാവരും യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ക്ലീനപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതോ എല്ലാ സ്ഥലവും ക്ലീനാക്കി ഒരു നമുക്കൊക്കെ ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ക്ലീനിങ് ഹിസ്റ്ററിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് നമ്മൾ 56 പ്രാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലീനിങ് ടോട്ടൽ ക്ലീനപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 33 മണിക്കൂറാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഒരു വാക്യൂം നമ്മൾ ഒരു ക്ലീനിങ്ങിൽ നമുക്ക് ഏകദേശം ഇപ്പോൾ ഫുൾ വീട് നമ്മൾ ക്ലീൻ ചെയ്യുക ഇടുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. ഫുൾ വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഫുൾ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 58 മിനിറ്റാണ് ഫുൾ ഇതിന് വേണ്ടി നമുക്ക് എടുത്തിരിക്കുന്ന സമയം. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മളതിൻ്റെ, ഇവിടുന്ന് ഓപ്പൺ ആക്കാം. ഇതാണ് അതിൻ്റെ, ഇതാണ് ഫിൽട്ടർ.
ഈ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ആക്കാം. ഫിൽറ്റർ അല്ലാതെ അതിൻ്റെ ബ്രഷ് ഉണ്ട്, നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് ഫിൽറ്റർ ക്ലീൻ ആക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൽ എത്രത്തോളം, ഇതിപ്പോൾ നമ്മളൊരു എത്ര ദിവസമായിക്കാണ്, 2 ദിവസം അല്ലേ, ഒരു 2-2.5 ദിവസത്തെ ഒരു വീട്ടിലെ പൊടിയാണ്. ഇത് 2.5 ദിവസത്തെ നമ്മുടെ വീട്ടിലെ അകത്തെ പൊടിയാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട്. പൂച്ചയുടെ രോമം തൊട്ട് വീട്ടിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പൊടികളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഉറുമ്പുണ്ട്, ഉറുമ്പിനെ പോലും വിടില്ലാണ്. അത്യാവശ്യം നല്ല വലിയ ഉറുമ്പുകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടത് വലിയ ഉറുമ്പ്, കടന്തലോ, ഇതെന്തോ ജീവിയാണ്. ഓക്കെ, ഉറുമ്പ്, കടന്തലെല്ലാം ഉണ്ട് ഇതിനകത്ത്, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഈ പല്ലിയൊക്കെ ഇത് പോവും. അപ്പോൾ എല്ലാ സാധനത്തിനും ഇത് സക്ക് ചെയ്തെടുത്ത് ഇതിനകത്ത് ക്ലീൻ ചെയ്യും. നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് ഇത്രയും തൂത്തുവാരി എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പം ഇതുകൊണ്ട് ഇങ്ങനൊരു ഉപയോഗമുണ്ട്. ഇത് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റട്ടെ. കാരണം കാറ്റടിച്ച് ഇത് ഫുള്ള് വീട്ടിനകത്തേക്ക് തന്നെ തിരിച്ച് കയറും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഇല്ലെങ്കിൽ ഇത് നമ്മൾ വീടിൻ്റെ ബാക്കിലോട്ട് കളയത്തേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല കുഞ്ഞു പൊടികളാണ്. കാരണം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇവിടെ ഈ റോഡുണ്ട്, നമുക്ക് ഈ റോഡ് ഇവിടെ ഫ്രണ്ടിലായിട്ട് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൽ നിന്നുള്ള പൊടികളെല്ലാം അതിന് ശേഷം അലമേൽ വന്നതിന് ശേഷം ഈ വീട്ടിൽ രക്ഷപ്പെട്ട ഒരാളാണെന്നുണ്ടെ പോകുന്നത്. ഇപ്പം തൂക്കാൻ വേണ്ട, തുടയ്ക്കാൻ വേണ്ട, എല്ലാ അലമേൽ ചെയ്തോളും. അത്യാവശ്യം അവർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. കാരണം എപ്പോഴും ഈ വീട്ടിൽ കൊച്ചു മക്കളുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കുത്തകളുണ്ടല്ലേ, ഇതിനൊക്കെ എപ്പോഴും വീട്ടിനകം ഫുള്ള് കച്ചടയാക്കും. വീട്ടിൽ കച്ചടയായി കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ രീതികളൊക്കെ അങ്ങ് മാറും. ഇപ്പം കാണുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. പിന്നെ ഫുൾ കലിപ്പ് മോഡായിരിക്കും. അപ്പം അഴുക്കെന്ന് പറയുന്നൊരു ബഹളം കൊണ്ടിട്ട് ഇത് മേടിച്ചാണ്. ഇത് അന്ന് ഏകദേശം ഇതിൻ്റെ ഒരു 20 രൂപ വന്നത് ഓഫറിൽ എനിക്കൊരു 14,500, ഒരു 16ൻ്റെ അകത്തെന്താണ് ഞാൻ മേടിച്ചത്. പക്ഷേ ഇപ്പോൾ അതിനൊന്നും കൂടെ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കാരും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് മേടിച്ചത്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പം 15,000ൻ്റെ അകത്തെന്താണ് ഇതിന് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴിത് എങ്ങനെയാണ് നമ്മളിത് വർക്ക് ആവുന്നത് ഞാൻ നേരത്തെ ജസ്റ്റ് ഒരു ഇത് കാണിച്ചായിരുന്നു. എങ്കിലും കറക്റ്റ് ഇതിൻ്റെ ഒരു രീതി കാണിച്ചു. ഇപ്പം നമ്മൾ ഈ ലിവിങ് റൂം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ലിവിങ് റൂം സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ വാക്യൂം ആൻഡ് മോപ്പാണ് എടുക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ വാക്യൂമിൻ്റെ സംഭവം നമ്മൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് മോപ്പിൻ്റെത്. അപ്പോൾ നമ്മൾ വാക്യൂം മാത്രം ഇടുക. വാക്യൂം മാത്രം ഇട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ട് ക്ലീനപ്പ് കൊടുക്കുക. അപ്പോൾ അവിടെ അവൾ വിളിച്ചു പറയും ക്ലീനപ്പ് ഏരിയ സെലക്റ്റഡ് എന്ന്. പിന്നെ അവിടെ സെൻസ് ചെയ്യും. നമ്മളിത് കറക്റ്റ് സ്ഥലത്ത് നമ്മളെ വെച്ചെടുത്ത് തന്നെയാണോ വെച്ചേക്കുന്നതെന്നൊക്കെ ഉള്ളത് സ്വന്തമായിട്ട് സെൻസ് ചെയ്യും. അപ്പം അതിൻ്റെ ചാർജിങ് ഡോക്ക് അതാണ്. അതിൽ സ്വന്തമായിട്ട് അത് പോയി അറ്റാച്ച് ആയിക്കോളും നമ്മൾ വിട്ട് കഴിഞ്ഞു. പിന്നെ കണ്ട് ഇതേപോലെ ക്ലീനിങ് ഏരിയ പരിപാടികളൊക്കെ തുടങ്ങും. ഇതുപോലെ ഉണ്ടെങ്കിൽ എൻഡിലൊക്കെ പോയി ആദ്യം എല്ലാ എൻഡും ക്ലീൻ ചെയ്യും. സെൻസ് ചെയ്ത് എല്ലാ എൻഡും ഫസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യും. ഇപ്പം നമ്മൾ ഈ ചെയറൊക്കെ എടുത്ത് മേലെ വെച്ചേക്കുന്ന പറഞ്ഞാൽ ചെയറൊക്കെ നമ്മളിങ്ങനെ ഡൈനിങ്ങിൻ്റെ മേലാക്കി കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം അതിലേക്ക് ഭയങ്കരമായ ടൈം എടുക്കും. ഓരോ കാലിൻ്റെയും അതിൻ്റെ ഈ ചെയറിൻ്റെ കാലിൻ്റെ ലെഗിൻ്റെ ചുറ്റിന് കറങ്ങി ഒരുപാട് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ അതിന് ആദ്യമേ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വസ്ഥമായി ക്ലീൻ ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ വീട്ടിലില്ല, നമ്മൾ ഔട്ട് സൈഡ് എവിടെയെങ്കിലുമാണ്, ലോങ്ങിലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ അബ്രോഡായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ എവിടെയാണെങ്കിൽ പോലും നമുക്കിത് എവിടെ ഇരുന്നും ഇതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. വീട്ടിൽ വൈഫൈയിൽ എന്തായാലും കണക്ട് ചെയ്യണം. വൈഫൈ ഉണ്ടെങ്കിൽ വർക്ക് ആവുള്ളൂ. വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ഫോണിൽ, സ്വന്തം ഫോണിൽ MAയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ ഇരുന്ന് ഇതിനെ മോപ്പിങ് പാടായിരിക്കും. കാരണം വെള്ളമൊക്കെ അതിനകത്ത് പ്രോപ്പർ ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് വാക്യൂം എവിടെ ഇരുന്നും ഇതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. എവിടെ ഇരുന്നും വാക്യൂം നമുക്ക് യൂസ് ചെയ്യാം. വാക്യൂം വീട് തൂത്തിടാം. അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും സ്റ്റക്കൊക്കെ ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. വല്ല തുണികളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ തറയിൽ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് കയറി സ്റ്റക്കായാൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. പിന്നെ നമ്മളതിനെ മാനുവലി നമ്മൾ എടുത്ത് മാറ്റണം, അല്ലാതെ അത് ക്ലീൻ ആവില്ല. അപ്പം അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ അലമേലു അവിടെ ക്ലീനിങ്ങിലാണ്. അപ്പോൾ നമ്മൾ അലമേലുവിനെ പറ്റി എന്ന് വെച്ചാൽ നമ്മുടെ MA റോബോട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയെ നമ്മൾ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.